ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾ ഇന്നേ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കുമുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അതല്ലാതെ നമ്മളുടെ എക്സാംസിനെ കുറിച്ചോ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഹൗ ടു അവോയ്ഡ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്താ? ഉത്കണ്ഠ. എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ച് എന്താണ് എക്സാം ഹാളിൽ പോയി ഒന്നും ചെയ്യാതെ പുറത്തു വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ, ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലായിട്ട്, സാർ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് എല്ലാം അറിയാം, ഞാൻ എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. അപ്പം ഇത് എന്താണ് നിങ്ങൾ വീഴ്ന്ന് പോവാനുള്ള കാരണം? എവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഭയം കൂടാതെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയ ഒരു അഡ്വൈസ്, കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനു മുന്നേ നമുക്ക് ചെറിയ ഒരു കാര്യം, നമ്മളുടെ എൻട്രി ഗോൾഡ് ബാങ്ക് ബാച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ബാങ്ക് ഗോൾഡ് ബാച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അല്ലേ. 4 ലെവലായിട്ടാണ്. 1 ഇയർ കോഴ്സാണ്. സിലബസ് ഫുള്ള് കവർ ചെയ്ത് തരും. മെയിൻസിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, അതേപോലെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് എന്തുണ്ട്? ഗോൾഡ് ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ A to Z കാര്യങ്ങളുടെയും കോച്ചിങ് നിങ്ങൾക്ക് കിട്ടും. ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ എല്ലാം നമ്മളുടെ ഈ ബാച്ചിൻ്റെ ബെനിഫിറ്റാണ്. നമ്മുടെ നമ്പർ നിങ്ങൾ മറക്കണ്ട. ഏതാണ്? 7736122215 എന്നുള്ള ഈ നമ്പർ എല്ലാവരും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടാവും. അപ്കമിങ് എക്സാംസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും. ഇനി എന്താണ് എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഡൗട്ടെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൗൺസിലിംഗ് ടീമിൻ്റെ അടുത്ത് ചോദിക്കാം. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ് ഈ 7736122215 എന്നുള്ള നമ്പർ. അതിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും സംശയങ്ങളും എല്ലാം എന്ത് ചെയ്യും? അവർ ക്ലിയർ ചെയ്ത് തരും. ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ബാച്ച് റൺ ചെയ്യുന്നത്, ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മളുടെ ടീം ക്ലിയർ ചെയ്ത് തരും. എങ്ങനെയാണ് നമ്മളുടെ ബാച്ചുകൾ നടക്കുന്നതെന്നും എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്നും ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും? ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഈ നമ്പർ മറക്കണ്ട. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എല്ലാവർക്കും ഞാനൊരു കാര്യം ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ എല്ലാവരും പറയാറുണ്ട്, സാർ പ്രിലിംസ് നമ്മളുടെ ഈ ബാച്ചിൽ മെയിൻസിന് അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ഉണ്ട്. അത് എൻട്രി ഗോൾഡ് ബാങ്ക് ബാച്ചിലുള്ളതാണ്. ബാങ്ക് ഗോൾഡ് ബാച്ചിലുള്ളതാണ് നമ്മളുടെ മെയിൻസിനുള്ള കോച്ചിങ് കൂടി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ RRB POൻ്റെയും ക്ലർക്കിൻ്റെ ഒക്കെ പ്രിലിംസ് കഴിഞ്ഞു. IBPS ക്ലർക്കിൻ്റെയും IBPS POൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു. പ്രിലിംസ് വരാൻ പോവാണ്. പിന്നെ അടുത്തത് വരാൻ പോകുന്നത് ഏതാ? SBI POയും SBI ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം തന്നെ വരും. അപ്പോൾ അതിൻ്റെ പ്രിലിംസും നടക്കും. അപ്പോൾ ഓൾറെഡി പ്രിലിംസ് ഒക്കെ എഴുതി സെറ്റായിട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ടാവാം. പ്രിലിംസിന് ഇനി കോച്ചിങ് ഒന്നും ആവശ്യമില്ല. പ്രിലിംസ് ഞങ്ങൾ സെറ്റാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് പ്രിലിംസിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. ടൈം മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് സെറ്റാണ്. ഞങ്ങൾക്ക് മെയിൻസാണ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. എങ്ങനെയാണ് മെയിൻസിലേക്ക് കടക്കുക? എങ്ങനെയാണ് മെയിൻസിൻ്റെ കോച്ചിങ്? എങ്ങനെയാണ് മെയിൻസിന് മാത്രം കോച്ചിങ് ഉണ്ടോ എന്നെല്ലാം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പേടിക്കേണ്ട മക്കളെ, എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻട്രിയിൽ ബാങ്ക് എക്സാംസിൻ്റെ മെയിൻസിന് വേണ്ടി മാത്രം കോച്ചിങ് ഉണ്ട്. ഓക്കെ, അതായത് മെയിൻസിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? കോച്ചിങ് കൊടുക്കുന്നുണ്ട്. മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിനും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മെയിൻസിനുള്ള കോച്ചിങ് എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ SBI POയും SBI ക്ലർക്കിൻ്റെയും നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ വരും.
അപ്പം നിങ്ങൾ മെയിൻസിനുള്ള പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. റിസൾട്ട് വന്നിട്ട് പഠിക്കാനായിട്ട് ആരും മെനക്കെടരുത്. കാരണം എന്താണ്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 ആഴ്ചയെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുള്ളൂ. അതിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ മെയിൻസിൻ്റെ പഠനം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാത്തവർ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത മക്കളുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ മെയിൻസിൻ്റെ പഠനം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മളുടെ മുന്നിൽ ഒട്ടും ടൈം ഇല്ല കളയാനായിട്ട്. അപ്പോൾ മെയിൻസിൻ്റെ കോച്ചിങ്ങും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. മെയിൻസിന് വേണ്ടി മാത്രമുള്ള കോച്ചിങ്. അതിനെക്കുറിച്ച് അറിയാനും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളുടെ ടോപ്പിക് എന്തായിരുന്നു? പേടി, ഭയം, അല്ലേ, ആങ്സൈറ്റി, ഉത്കണ്ഠ. പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെയൊക്കെ എന്താണ്? ഓവർ തിങ്കിങ് ആണ്. എന്താണ്? ആലോചിച്ച് കൂട്ടുക. നമ്മൾ മെഡിറ്റേഷൻ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ ഈ എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ എന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തു, ആദ്യം തന്നെ എല്ലാവരും ഭയക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇത് നടക്കുമോ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ? ഒരു ബാങ്ക് എക്സാം, ഞാൻ മാത്സിന് വീക്കാണ്, ഇംഗ്ലീഷിന് വീക്കാണ്, ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഭയം. അങ്ങനെ നിങ്ങൾ പേടിച്ചുകൊണ്ട് ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുട്ടി, അതായത് നമ്മളെല്ലാവരും ജനിക്കുന്നത് ആദ്യം തന്നെ ഇതേ ഒരു സ്ട്രക്ചറിലാണോ? അല്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യും? കരയും, അല്ലേ? ആദ്യം തന്നെ എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുമോ? ഇല്ല. നമ്മളുടെ അമ്മമാർക്ക് മനസ്സിലാവും നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആദ്യം കരയും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കൈയിട്ട് അനക്കി ആംഗ്യങ്ങൾ കാണിക്കും. അതിനുശേഷം നമ്മൾ സംസാരിക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? പിച്ച വെച്ച് തുടങ്ങും. എങ്ങനെയാ? കമഴാൻ തുടങ്ങും. പിന്നെ പതുക്കെ നടക്കാൻ, എന്താണ്, മുട്ടിലഴയാൻ തുടങ്ങും. പിന്നെ പിടിച്ചെഴുന്നേക്കാൻ നോക്കും. അങ്ങനെ പതുക്കെ നടന്നിട്ടൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഈ നിലയ്ക്ക് എത്തിയിട്ടുള്ളത്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യം. ഒറ്റയടിക്ക് നമുക്കെല്ലാം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കില്ല. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഒന്നും അറിയാതെ തന്നെയാണ് എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ആർക്കും ഒരുപാട് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്. ഒരു കുട്ടി ഇപ്പോൾ ഇന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ആ കുട്ടിക്ക് എല്ലാം കയ്യിൽ കിട്ടുമോ? ഇല്ല. പതുക്കെ നമ്മൾ ആദ്യം സിലബസ് കവർ ചെയ്യുക. അങ്ങനെ പതുക്കെ പതുക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയർന്നു വരാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ കൂടെയുള്ള ഒരു സുഹൃത്ത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. അവരുടെ ഏറ്റവും ആത്മാർത്ഥ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടാവും. ഈ കൂട്ടുകാരനും കൂട്ടുകാരിയും അല്ലെങ്കിൽ ഒരു 4 പേരുണ്ടാവും. ഇവരൊരുമിച്ചായിരിക്കും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് എടുക്കുന്നത്. ഇവരൊരുമിച്ച് കമ്പൈൻ സ്റ്റഡി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അതിലൊരു 3 പേരും അത്യാവശ്യം മാത്സ് നന്നായിട്ട് അറിയാം. ഞാൻ മാത്സിൻ്റെ കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടില്ല. മാത്സ് നന്നായിട്ട് അറിയുന്നവരായിരിക്കാം. അപ്പോൾ ഇവർ വേഗം ചെയ്തു പോകുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ആൾക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്നെ കൊണ്ട് സാധിക്കില്ല, ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നാണ് തോന്നുക. നേരെ മറിച്ച് ആ ആൾ തന്നെ എന്ത് ചെയ്യുക? വേറെ ഈ ആളേക്കാൾ താഴുന്ന, അതായത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടിയാണ് ഇരിക്കണമെങ്കിലോ ഇയാളായിരിക്കും അവരെക്കാൾ മുന്നിൽ ചെയ്തു പോവുക. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അവർ 3 പേരേക്കാൾ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും നിങ്ങൾ. അതേപോലെ GA അവരെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റീസണിങ് നിങ്ങളായിരിക്കും അവരെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ വീക്കാണെന്ന് കരുതി നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വീക്കായിട്ടുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇതാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു റൗണ്ട് വരച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ചാൽ നിങ്ങൾ അതിനുള്ളിൽ നിൽക്കുമ്പോൾ, ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ, നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെ എടുക്കുക. ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും. ബാങ്ക് ജോലിനെ കുറിച്ച് പറഞ്ഞു തരാനുണ്ടാവും. ഈ എക്സാംസ് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയും, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ എയിം എന്താണ്? എനിക്കൊരു ബാങ്ക് ജോലി വേണം, എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം, ഞാനതിൽ സക്സസ്ഫുൾ ആവും എന്ന് നിങ്ങൾ മൈൻഡിൽ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള നെഗറ്റീവ് തോട്ട്സുകളും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. നമ്മളുടെ ഒരൊറ്റ ലക്ഷ്യം ജോലിയാണ്.
നിങ്ങൾ എന്ന് സക്സസ്ഫുൾ ആവുന്നോ അന്ന് ഇവരെല്ലാവരും എന്ത് ചെയ്യും, മാറ്റി പറയും അല്ലേ. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ എക്സാമിന് പഠിക്കാൻ തുടങ്ങി അല്ലേ, പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ അത്യാവശ്യം മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഈ കൂട്ടുകാരി എപ്പോഴും നിങ്ങളെ വിളിക്കും. അവർ വളരെയധികം ഓവർ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതാം. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കും, ഹലോ എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, വേറെ കോച്ചിങ്ങിന് പോവാം, വേറെ കാര്യം ചെയ്യാം, വേറെ കോഴ്സ് ചെയ്യാം എന്നും ഇങ്ങനെ തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡിമോട്ടിവേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ പറയുക, ഞാൻ എന്തായാലും ഇത് ഉറപ്പിച്ചു, ഓക്കെ, ഞാൻ എന്തായാലും ഇത് ഉറപ്പിച്ചു, എൻ്റെ ടൈം ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അങ്ങനെയുള്ള കോളുകളും കാര്യങ്ങളും നമ്മൾ പരമാവധി, അവരെ വെറുപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അവരോട് കാര്യം പറഞ്ഞ് അവരെയും മനസ്സിലാക്കുക. ആ നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്നും മാറ്റി വെച്ചിട്ട് വേണം എവിടേക്ക് വരാനായിട്ട്, നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട്. അങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ നെഗറ്റീവ് തോട്ടുകളും ചിന്തകളും നിങ്ങൾ ആദ്യം തന്നെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ 100% കൂൾ മൈൻഡായിട്ട് നിങ്ങൾ എവിടേക്ക് വന്നു, പഠിക്കാനായിട്ടിരുന്നു. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവാം, പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കാം, ആർട്സ് ആയിരിക്കാം, എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. മേ ബി നിങ്ങളുടെ കൂടെ പഠിച്ചവർക്കെല്ലാം പ്രൈവറ്റ് കമ്പനികളിലെല്ലാം അത്യാവശ്യം നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങളുടെ കൂടെ മുന്നുണ്ടായിരുന്നവർക്ക് ബാങ്കിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ടാവാം. അവർ ഒരുപാട് സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഇടും, അവരടിച്ചു പൊളിക്കുന്ന ഫോട്ടോസ് നിങ്ങൾ കാണാനായിട്ട് ഇടവരുന്നു. ഇതെല്ലാം നിങ്ങളിൽ എന്തുണ്ടാക്കും, ഞാൻ അതിലെത്തിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം. നമ്മൾ മനുഷ്യന്മാരാണല്ലേ, ആ ഒരു വിഷമം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അലട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കാര്യങ്ങളും ഒക്കെ പരമാവധി നമ്മളിൽ നിന്നും എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യുക, ഓവർ തിങ്ക് ചെയ്യുക അല്ലേ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ 2 കൊല്ലം നിങ്ങൾ അല്ലെങ്കിൽ 1 കൊല്ലം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ 1 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വക കാര്യങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുക. പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. അവിടെയാണ് ഒരു കോച്ചിങ്, നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററുടെ, നല്ലൊരു ഫാക്കൽറ്റിയുടെ, നല്ലൊരു ടീച്ചറുടെ ഹെൽപ്പ് ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കുറേ പഠിച്ചു, പക്ഷെ അതൊന്നും എക്സാമിന് ചോദിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് എടുക്കണം. നല്ലൊരു മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ടെൻഷൻ ആ മെൻറ്ററും കൂടിയും ഷെയർ ചെയ്ത് കറക്റ്റ് അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിക്കണം, കറക്റ്റ് അഡ്വൈസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ എന്ത് ചെയ്യും, കുറയും. ജെന്യുവിൻ ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ്, ഞാൻ വീണ്ടും പറഞ്ഞു, ജെന്യുവിൻ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മോട്ടിവേഷണൽ വീഡിയോസ്, അവരാരും ഓടിക്കേറി വന്നവരല്ല. അവർ വന്ന വഴികൾ എന്താണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ വന്നത്. ഈ പറഞ്ഞ ആൾക്കാരുടെ ഡിമോട്ടിവേഷൻ എല്ലാം കേട്ടിട്ടാണ് അവർ സക്സസ്ഫുൾ ആയത്. അതൊക്കെ ഇടയ്ക്ക് കേൾക്കുക. ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ വെറുതെ ടൈം കളയാതിരിക്കുക. ഇനി ഞാൻ പറഞ്ഞതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ത്രൂ ഔട്ട് ചെയ്യണം എന്നല്ല, ചെയ്താൽ നല്ലതാണ്, നമ്മളുടെ മൈൻഡൊക്കെ കൂളായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം എല്ലാ മെഡിറ്റേഷനിലും പറയുന്ന കാര്യം എന്താണ്, നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. നല്ല കൂളായിട്ട്, ഇപ്പോൾ നിങ്ങളൊരു പഠിക്കാൻ ഇരിക്കുന്നതിനേക്കാൾ മുന്നേ നല്ല ബ്രീത്ത് വിടുക, ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂൾ മൈൻഡായിട്ടിരിക്കുക. ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യുക. അടുപ്പിച്ചൊരു 45 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, നല്ല കോമഡി ഷോ എന്തെങ്കിലും കാണാം, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കാണുക. അതല്ലാതെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ തന്നെ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് നല്ല മോട്ടിവേഷണൽ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ നല്ല വീഡിയോസ് മാത്രം കാണുക. നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമ്മളുടെ ന്യൂസ് ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക.
ഒരുപാട് സമയങ്ങൾ ചുമ്മാ ആലോചിച്ചിരിക്കാതെ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഇങ്ങനെ നമ്മൾ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് അധികം സമയം ഇരിക്കേണ്ട. ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫ്രീ ടൈം ഇല്ല, നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനില്ല. പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴൊക്കെ എന്താണ്, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഹൈ മാർക്ക് കിട്ടാനായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയതിനു ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക്, ഞാനൊരു പ്രിലിംസിൻ്റെ എക്സാം പറയാം, 100ൽ 75 മാർക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലെവൽ എന്താ, ഹൈയാ. അടുത്ത ദിവസം അത് ഒരിക്കലും 20ലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ മോശമായ ഒരു കുട്ടിയല്ല, ഒരു സ്റ്റുഡൻ്റ് അല്ല. നിങ്ങൾക്ക് 75 മാർക്ക് മേടിക്കണമെങ്കിൽ അത്യാവശ്യം നോളേജും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് 75 മാർക്ക് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് 70 കിട്ടിയെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് വരിക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ഉയർത്തുക. അപ്പോൾ എക്സാമിന് പോകുമ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നിങ്ങൾ മോശമായിട്ടുള്ള വീക്കായിട്ടുള്ള പോയിന്റുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുക. അതല്ല ഇനി തീരെ നിങ്ങൾക്കത് പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, ഒരുപാട് പഠിച്ചു, എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് കിട്ടുന്നില്ല, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ആ ടോപ്പിക്ക് QL ഒരു ടോപ്പിക്കാണ്, അതിന് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കണ്ട. ചിലപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നും പ്രിലിമിനറി എക്സാംസിനോ മെയിൻസിനോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലോ. അപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയണമെങ്കിൽ കളയാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ നന്നായിട്ട്, അതായത് ഇപ്പം നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ നേരം വൈകി 1 മണി 2 മണിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ഉറങ്ങുക. 8 മണിക്കൂറാണ് എല്ലാവരും ഉറങ്ങേണ്ടതെന്ന് പറയും. മിനിമം എത്രയെങ്കിലും ഉറങ്ങണം, ഒരു 6 to 7 hours എന്തായാലും നമ്മൾ നല്ലൊരു സ്ലീപ്പ് വേണം. അപ്പോൾ ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വീക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവുന്നത് ഏത് സന്ദർഭങ്ങളിലാണ്? എക്സാം അടുക്കുമ്പോൾ അല്ലേ? എക്സാമിന് ഒരാഴ്ച മുന്നേ തൊട്ട് ടെൻഷൻ കൂടും. ഞാൻ പഠിച്ചത് മതിയായോ, എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എനിക്ക് ഇക്വേഷൻസ് മറന്നു പോകുന്നു, ചെയ്യുമ്പോൾ തെറ്റുന്നു, സ്പീഡ് കുറയുന്നു. പിന്നെ ഫേസ് ചെയ്യുന്നതാണ് 2 കൈ അങ്ങോട്ട് വിയർക്കാൻ തുടങ്ങും. എക്സാം ഹാളിലിരുന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്നതാണ് കൈ വിയർക്കുന്നു. ഇതെല്ലാം ടെൻഷന് കൊണ്ട് സംഭവിക്കുന്നതാണ്. എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ നല്ല കൂൾ മൈൻഡായിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇക്വേഷൻസ് കാര്യങ്ങളും GAയും അങ്ങനെ എന്തെങ്കിലും മെയിൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ആ കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യാം. റിലാക്സ് ആയിട്ടിരിക്കുക. എക്സാമിൻ്റെ തലേ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപാടൊന്നും പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ആ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് വളരെ കുറവ് മാർക്കാണ് കിട്ടണമെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ നിങ്ങൾക്ക് 75 above 80 കിട്ടിയിരുന്നൊരു കുട്ടിക്ക് അന്നൊരു മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 50 മാർക്കാണ് കിട്ടിയത്. ആ കുട്ടിയുടെ കോൺഫിഡൻസ് എവിടേക്കാണ് പോകുന്നത്? ഏറ്റവും അടിയിലേക്ക് പോവും. വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗുഡ് സ്ലീപ്പ്. നന്നായിട്ട് കിടന്നുറങ്ങുക. 6 മണിക്കൂറല്ല, ഒരു 8-9 മണിക്കൂർ നല്ല സ്ലീപ്പ്, ഗുഡ് സ്ലീപ്പ്, സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഹെവി ഫുഡൊന്നും റൈറ്റ് കഴിക്കാതിരിക്കുക. നമ്മളുടെ ഹെൽത്ത് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോൾ നമുക്ക് പ്രിലിംസും എക്സാമും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളുടെ ജില്ലകളിൽ തന്നെ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ? എന്നിരുന്നാൽ കൂടി ഇപ്പോൾ നമുക്കൊരു 8 മണിയുടെ ഷിഫ്റ്റിലൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബസ് കാര്യങ്ങളൊക്കെ കയറി ക്ഷീണിച്ച് വിയർത്ത് കുളിച്ചൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്നത് അവോയ്ഡ് ചെയ്യുക. പറ്റുമെങ്കിൽ തലേന്ന് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്ത് എക്സാം ഹാളിൽ എത്തുക. ഇനി ഓൺ വെഹിക്കിളിലാണ് പോകുന്നതെങ്കിലും കറക്റ്റ് ടൈമിന് കുറച്ച് മുന്നേ അവിടെ എത്തി ഒന്ന് റിലാക്സ് ആയി കൂളായിട്ടിരുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് കയറുക. എക്സാം ഹാളിൽ ചെന്നതിന് ശേഷം പരിസരം നോക്കാതെ, അതായത് കുറച്ച് ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ, കുറച്ച് ആൾക്കാരിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കൂളായിട്ട് ഒരു പാട്ടൊക്കെ പാടി മനസ്സിൽ പാടി കൂളായിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം, കൂളാക്കി വെക്കണം. നമ്മളുടെ മൈൻഡ് എപ്പോഴും കൂളായിട്ട് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതുക, അതിനു വേണ്ടി പഠിച്ചെഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഇൻ കേസ് നിങ്ങൾക്കത് കിട്ടാതിരിക്കാം. ഓക്കെ, നമുക്ക് കിട്ടുമെന്ന് തന്നെ പഠിക്കാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IBPS RRB പ്രിലിംസ് ഇപ്പോൾ കഴിഞ്ഞു. IBPS RRB പിയോൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്, ക്ലർക്കിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ക്വാളിഫൈ ചെയ്തില്ല, പൊക്കോട്ടെ, അത് കഴിഞ്ഞു. അല്ലെങ്കിൽ IBPS RRB ക്ലർക്കിൻ്റെ എക്സാമിന് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതവിടെ കഴിഞ്ഞു. ഇനി അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അത് മറന്നു കളയാ, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ വരട്ടെ. നിങ്ങൾ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ബാക്ക് ഇനി ഏതുണ്ട്? IBPS PO പ്രിലിംസ് ഉണ്ട്, IBPS ക്ലർക്ക് ഉണ്ട്, SBI PO വിളിക്കാൻ പോകുന്നു, SBI ക്ലർക്ക് വിളിക്കാൻ പോകുന്നു, RBI എക്സാംസ് ഉണ്ട്, ഇൻഷുറൻസ് എക്സാംസ് ഉണ്ട്, പ്രൈവറ്റ് എക്സാംസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം കൊളാക്കരുത്. നെക്സ്റ്റ് എക്സാം എന്ത് ചെയ്യരുത്? പാഴാക്കി കളയരുത്. അപ്പോൾ ആ എക്സാമും കൊളായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? ബാക്ക് ടു വരുന്ന എല്ലാ എക്സാമിനും ഈ അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഒരു എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ നിങ്ങളുടെ മൈൻഡിന് എന്ത് ചെയ്യുക? പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്കാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണ്ടത്. എനിക്ക് ജോലി കിട്ടും, എന്നെക്കൊണ്ട് അത് സാധിക്കും എന്ന് നമ്മളാണ് കരുതേണ്ടത്. നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. റിസൾട്ടിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യരുത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്യരുത്. നല്ല രീതിയിൽ ഇപ്പോൾ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യുക. അതിന് സമയമില്ലാത്തവർ നല്ലൊരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് നല്ല റിലാക്സ് ചെയ്ത് ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി കൂൾ മൈൻഡ് ആയിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് പഠിക്കുക. എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ട് എക്സാം ഹാളിൽ പോവുക. എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണു, ആ 1 മണിക്കൂർ പ്രിലിംസിന് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞു, നേരത്തെ എക്സാമിന് എത്തുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഹറി ആയിട്ട് ചെന്ന് ഓടിക്കേറി എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസിന്. അപ്പോൾ അത് ഒഴിവാക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചും ഒരുപാട് ചിന്തിച്ച് നമ്മളുടെ വിലപ്പെട്ട സമയം കളയണ്ട. എക്സാം എഴുതുക, റിസൾട്ട് വരിക, നമ്മൾ അടുത്ത എക്സാം എഴുതുക, അങ്ങനെ പോവുക. റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കരുത്, കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ചിന്തിക്കരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് നിങ്ങളുടെ 100% ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് തന്നെ ചെയ്യുക. ബാക്കി എല്ലാം നമുക്ക് വരാനുള്ളത് എന്ത് ചെയ്യും? വന്നു ചേരും. അതല്ലാതെ നമ്മൾ ചുമ്മാ പഠിക്കാതിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചൊന്നും സമയം കളയണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഇനി വരുന്ന എക്സാമുകളിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എക്സാം ഹാളിൽ നേരത്തെയൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നേരത്തെ കയറുമ്പോൾ കുറച്ച് നേരം കണ്ണൊക്കെ അടച്ചിരുന്ന് ഒന്ന് കൂളാക്കുക നിങ്ങളുടെ മൈൻഡ്. പരിസരമൊക്കെ മറന്ന് അതുവരെ നിങ്ങൾ ഓടി ബസ്സിൽ വന്നതും കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് മാറ്റി നല്ല റിലാക്സ് ചെയ്ത് നമ്മൾ എന്താണ്, നമ്മുടെ മൈൻഡാണ് റിലാക്സ് ആവേണ്ടത്. ഓക്കെ, അത് റിലാക്സ് ആക്കുക. എക്സാമിന് മുന്നേ വളരെ പീസായിട്ട് റിലാക്സ് ആക്കുക. വീട്ടിൽ ചിലവർക്ക് വല്ല പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ മറക്കുക. വേറെ ഇപ്പോൾ ചില ജോലി ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടാവും, അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അതെല്ലാം ആ 1 മണിക്കൂർ നിങ്ങൾ അലട്ടാൻ പാടില്ല. മൈൻഡ് എന്താകണം? കൂളാക്കി നമ്മൾ എക്സാം എഴുതുക. പഠിക്കാനിരിക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. മൈൻഡ് എന്തായിരിക്കണം? കൂളായിരിക്കണം. പഠിക്കാനിരിക്കുന്നതിന് മുന്നും ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കണ്ണൊക്കെ അടച്ചിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ കേൾക്കാം. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടിരുന്ന് പഠിക്കുക. ബോറടിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവും? നമ്മളുടെ ഒരു പീരീഡ് കഴിയുമ്പോൾ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് മടുക്കും. ഒന്ന് എഴുന്നേറ്റൊക്കെ ഒന്ന് നടന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കണ്ണൊക്കെ അടച്ചിരുന്ന് ഒരു നല്ലൊരു പാട്ടൊക്കെ കേട്ട് വീണ്ടും ഇരുന്ന് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക? മടുക്കാതിരിക്കുക. ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ ചെന്നിരുന്നിട്ട് എളുപ്പമുള്ളത് പഠിക്കാതിരിക്കുക. കാരണം എന്താ? നമ്മൾ ആദ്യം തന്നെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും അല്ലേ? വേഗം പഠിച്ചെടുക്കാനുള്ള ഒരു ഉഷാറായിരിക്കും, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള കാര്യം പഠിക്കുക. എന്നിട്ട് അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇഷ്ടമുള്ളതിലേക്ക് പോവുക. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും രാത്രിയിലത്തെ കാര്യമാണ് പറഞ്ഞത്, ഉറക്കമൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക.
ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റത്തേക്ക് വെക്കുക. ഇപ്പോൾ QA കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കും. നമ്മൾ ചെയ്ത ആൻസറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉറക്കൊക്കെ എന്ത് ചെയ്യും, കുറച്ച് കുറയും. ഇപ്പോൾ ജനറൽ അവയർനെസ് ഒക്കെയാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഉറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ആ രീതിയിൽ നിങ്ങൾ തന്നെ പഠിക്കുക. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. നെഗറ്റീവ് തോട്ട്സിനെ നമ്മളുടെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക. അതേപോലെ ഓവറായിട്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിക്കാതിരിക്കുക. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും എക്സാമിന് മുന്നേ നേരത്തെ എത്താൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളുടെ ഗോൾഡ് ബാച്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആങ്സൈറ്റി, ഭയം, ഉത്കണ്ഠ എന്നൊക്കെ പറയുന്ന ഭീകരനെ ഒരിക്കലും നമ്മളിലേക്ക് എന്ത് ചെയ്യാതിരിക്കുക, അടുപ്പിക്കാതിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ചില ആൾക്കാർക്ക് ഇന്നിട്ടും സ്വയം അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നവരുണ്ട്. ഓവറായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ. അവർ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നതിലും തെറ്റില്ല. ഞാൻ പറയുന്നത് ഇതിനുള്ള ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ആൾക്കാർ നമുക്കിതിനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നിങ്ങൾ തേടിക്കോളൂ, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവരതിന് ചെറിയ ചെറിയ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. ഞാൻ പറഞ്ഞത് ആർക്കാണ്, സ്വയം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എക്സാമിൻ്റെ ഭയം, ഓവർ ടെൻഷനായിട്ട് അസുഖങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. നമുക്ക് ഭയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് നമ്മൾ ചാനലുകൾ കാണുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്പീഡിൽ എഴുതാൻ പറ്റുന്നില്ല, അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതേപോലെ എക്സാം ഭയം, നമ്മൾ ഈ എക്സാമുകളൊക്കെ SSLC എക്സാമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് പരസ്യം കാണാറുണ്ട്. കുട്ടികൾക്ക് എക്സാമിനെ പേടിയാണോ, ട്രെയിനറോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നേടാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്താണ് വേണ്ടത്, സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കഴിവുകൾ നമ്മളെക്കാളേറെ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.